ഒരു കാര്യം സത്യസന്ധമായി പറയാം, ടെക്നിക്കൽ അറിവില്ലാത്ത ഒരാൾക്കും ആദ്യ ശ്രമത്തിൽ തന്നെ ശരിയായ ഒരു ഇൻവെർട്ടർ വാങ്ങാൻ ഒരിക്കലും കഴിയില്ല. നമ്മൾ കടയിൽ ചെല്ലും, കടക്കാരൻ ഏതെങ്കിലും ഒരു മോഡൽ റെക്കമെൻഡ് ചെയ്യും, നമ്മളത് വിശ്വസിച്ച് വാങ്ങി വീട്ടിൽ വെക്കും. എന്നാൽ 2 വർഷം കഴിയുമ്പോൾ എന്താകും അവസ്ഥ? ബാറ്ററി ഡെഡ് ആകും, ഫ്രിഡ്ജ് വർക്കാകില്ല, കറണ്ട് പോയാൽ വെറും 1 മണിക്കൂർ മാത്രമേ ബേക്കപ്പ് കിട്ടൂ. അങ്ങനെ നമ്മുടെ 20,000 രൂപ വെറുതെ പോകും. ഈ ഒരു വലിയ അബദ്ധം ഒഴിവാക്കാൻ ഈ ഒരു വീഡിയോ കണ്ടാൽ മതി. ഇത് ടെക്നിക്കൽ കാര്യങ്ങൾ അറിയാവുന്നവർക്ക് വേണ്ടിയുള്ള വീഡിയോ അല്ല, ജീവിതത്തിൽ ആദ്യമായി ഇൻവെർട്ടർ വാങ്ങാൻ പോകുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. ഇനി ഇതിനോടകം ഇൻവെർട്ടർ വാങ്ങി അബദ്ധം പറ്റിയവരാണെങ്കിൽ ഞാൻ ഇന്ന് പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതൊന്നും ആദ്യം അറിഞ്ഞിരുന്നെങ്കിലെന്ന്. അങ്ങനെ തോന്നുന്നവർ തീർച്ചയായും കമന്റിൽ വന്ന് ഞാനെന്ന് ടൈപ്പ് ചെയ്യുക. എത്ര പേർക്ക് ഈ അബദ്ധം പറ്റിയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. പവർ കട്ട് ഉണ്ടാകുമ്പോഴുള്ള ആ ഒരു നിസ്സഹായാവസ്ഥ, ഇരുട്ടിലിരിക്കേണ്ടി വരിക, ഫ്രിഡ്ജിലെ ഭക്ഷണം കേടാവുക, കുട്ടികളുടെ ഓൺലൈൻ ക്ലാസുകൾ മുടങ്ങുക, വർക്ക് കോളുകൾ കട്ടാവുക, ഇതൊന്നും ഇനി ഉണ്ടാകാൻ പാടില്ല. ഒരൊറ്റ ശരിയായ തീരുമാനം ഇതൊക്കെ ഒഴിവാക്കും. ഈ ഡിസിഷൻ എങ്ങനെ എടുക്കാം, ഏത് പ്രോഡക്റ്റാണ് 2026 ബെസ്റ്റ് വാല്യൂ എന്ന് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാം. നിങ്ങൾ നേരെ കടയിൽ ചെന്നിട്ട് എനിക്കൊരു നല്ല ഇൻവെർട്ടർ തരൂ എന്ന് പറഞ്ഞാൽ കടക്കാരൻ അയാൾ ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്ന മോഡലായിരിക്കും എടുത്തു തരുന്നത്. അത് നിങ്ങളുടെ ആവശ്യത്തിന് ശരിയായത് ആകണമെന്നില്ല. അതുകൊണ്ട് ഷോപ്പിൽ പോകുന്നതിന് മുമ്പ് നിങ്ങളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കുക. കറണ്ട് പോകുമ്പോൾ എനിക്ക് വീട്ടിൽ എന്തൊക്കെ പ്രവർത്തിപ്പിക്കണം? ആദ്യം തന്നെ ഒരു കടലാസ് എടുക്കുക. പവർ കട്ട് സമയത്ത് നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ അതിൽ എഴുതുക. ഒരു ഫാനിന് ഏകദേശം 70 വാട്ടാണ് ആവശ്യം. അപ്പോൾ 3 ഫാനാണെങ്കിൽ 210 വാട്ട്. ഒരു LED ബൾബിന് 10 വാട്ട്. 5 ബൾബുകളാണെങ്കിൽ 50 വാട്ട്. ടിവിക്ക് ഏകദേശം 100 വാട്ട്. വൈഫൈ റൂട്ടറിന് 20 വാട്ട്. ഇതൊക്കെയാണ് ഒരു ശരാശരി കുടുംബത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ. ഇതെല്ലാം കൂടി കൂട്ടിയാൽ ഏകദേശം 380 വാട്ട് വരും. ഇനി പവർ കട്ടിൽ ഫ്രിഡ്ജ് കൂടി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് 150 മുതൽ 250 വാട്ട് വരെ എക്സ്ട്രാ വരും. അപ്പോൾ ടോട്ടൽ 530 മുതൽ 630 വാട്ട് വരെയാകും നിങ്ങളുടെ ആവശ്യം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ വളരെ റിയലിസ്റ്റിക് ആയിട്ട് വേണം ചിന്തിക്കാൻ. കറണ്ട് പോകുമ്പോൾ നമ്മൾ ഒരേ സമയം 10 മുറികളിലും ലൈറ്റ് ഇടില്ലല്ലോ. നമ്മൾ ഒരു മുറിയിലായിരിക്കും ഇരിക്കുക. പരമാവധി 2 മുറികളിൽ ലൈറ്റ് ഇടും. ആ ഒരു റിയലിസ്റ്റിക് ലോഡ് മാത്രമേ കണക്കാക്കാൻ പാടുള്ളൂ. ലോഡ് വെറുതെ കൂട്ടി കണക്കാക്കിയാൽ ആവശ്യമില്ലാതെ വലിയ ഇൻവെർട്ടർ വാങ്ങേണ്ടി വരും. ഇനി കുറച്ച് കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ സിസ്റ്റം ഓവർലോഡ് ആവുകയും ചെയ്യും. അതിനാൽ ആ ഒരു ബാലൻസ് കണ്ടെത്താനാണ് ഈ ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ഇൻവെർട്ടർ ബ്രാൻഡുകൾ നമ്മളിൽ നിന്നും ഏറ്റവും സമർത്ഥമായി മറച്ചുവെക്കുന്ന ഒരു സത്യം ഇതാണ്. 1000 VA ഇൻവെർട്ടർ വാങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് 1000 വാട്ട് ബേക്കപ്പ് കിട്ടുമെന്നാണ്. എന്നാൽ അത് തികച്ചും തെറ്റാണ്. VAയിൽ നിന്ന് യഥാർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന വാട്ട്സിലേക്ക് എത്തിക്കാൻ 2 ഘടകങ്ങളുണ്ട്. ലെവൽ 1 പവർ ഫാക്ടർ. 1000 VA × 0.8 = 800 വാട്ട് കപ്പാസിറ്റി. ലെവൽ 2 എഫിഷ്യൻസി. 800 വാട്ട് × 80% എഫിഷ്യൻസി = 640 വാട്ട് ആക്ച്വൽ ഔട്ട്പുട്ട്. അതായത് ഒരു 1000 VA ഇൻവെർട്ടറിൽ നിന്ന് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ലഭിക്കുന്നത് വെറും 640 വാട്ട് മാത്രമാണ്. ഇൻവെർട്ടറിന്റെ പുറത്തെഴുതിയിരിക്കുന്ന VA നമ്പറിന്റെ വെറും 64% മാത്രം. ഇതൊന്ന് തിരിച്ചു ചിന്തിച്ചു നോക്കൂ. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ 800 വാട്ട് ഔട്ട്പുട്ടാണ് വേണ്ടതെങ്കിൽ 800 / 0.64 = 1250 VA ഇൻവെർട്ടറാണ് നിങ്ങൾ വാങ്ങേണ്ടത്. ഇതാണ് ശരിയായ കണക്ക്. നിങ്ങൾ കടയിൽ ചെല്ലുമ്പോൾ 900 VA മതിയാകുമെന്ന് കടക്കാരൻ പറയുകയാണെങ്കിൽ ഈ കണക്ക് വെച്ച് ഒന്ന് ഉറപ്പുവരുത്തുക. 900 VA × 0.64 = 576 വാട്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ കിട്ടുക. നിങ്ങളുടെ വീട്ടിലെ ലോഡ് 576 വാട്ട് വരെ മാത്രമേ ഉള്ളൂ എങ്കിൽ തീർച്ചയായും 1250 വാട്ട് തന്നെ വേണം. ഈ ഒരു ചെറിയ കണക്ക് അറിഞ്ഞിരുന്നാൽ ബ്രാൻഡുകളുടെ മാർക്കറ്റിംഗ് തന്ത്രങ്ങളിൽ കുടുങ്ങാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാം. ഈ ഫോർമുല നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്ത് വയ്ക്കുക. VA × 0.64 = ആക്ച്വൽ വാട്ട്സ്. ഒരു കാര്യം കൂടി, എപ്പോഴും പ്യുവർ സൈൻ വേവ് ഇൻവെർട്ടർ മാത്രം വാങ്ങുക. സ്ക്വയർ വേവ് അല്ലെങ്കിൽ മോഡിഫൈഡ് സൈൻ വേവ് ഇൻവെർട്ടറുകൾ വാങ്ങിയാൽ നിങ്ങളുടെ ഫ്രിഡ്ജ്, TV, ലാപ്ടോപ്പ് എന്നിവയുടെ മോട്ടോറുകൾ തകരാറിലാവുകയും അവയുടെ വാറന്റി നഷ്ടപ്പെടുകയും ചെയ്യും. ഇനി ബാറ്ററിയുടെ കാര്യത്തിലേക്ക് വരാം. ഇൻവെർട്ടർ സിസ്റ്റത്തിന്റെ ഹൃദയമാണ് ബാറ്ററി. ഫ്ലാറ്റ് പ്ലേറ്റ് ബാറ്ററി 6000 മുതൽ 8000 രൂപ വരെയാണ് ഇതിന്റെ വില വരുന്നത്. വില കുറവായതുകൊണ്ട് തന്നെ കടക്കാർ ആദ്യം ഇതായിരിക്കും നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത്. എന്നാൽ ഇതിന് 3 മുതൽ 4 വർഷം വരെ മാത്രമേ ആയുസുള്ളൂ. ഇടയ്ക്കിടെ കറണ്ട് പോകുന്ന സാഹചര്യങ്ങളിൽ ഡീപ്പ് ഡിസ്ചാർജ് താങ്ങാൻ ഇവയ്ക്ക് കഴിയില്ല. 3 വർഷം കഴിയുമ്പോൾ ഇതിന്റെ പെർഫോമൻസ് കുറയും. അപ്പോൾ 8 വർഷത്തിനുള്ളിൽ നിങ്ങൾ 2 അല്ലെങ്കിൽ 3 തവണ ബാറ്ററി മാറേണ്ടി വരും. കണക്ക് കൂട്ടി നോക്കിയാൽ 7000 × 2.5 = 17500. ലേബൽ കോസ്റ്റ് വേറെയും. മൊത്തം ചിലവ് 19,000 രൂപയ്ക്ക് മുകളിൽ വരും. തുടക്കത്തിൽ 7,000 രൂപയുടെ ലാഭം നോക്കിയാൽ 8 വർഷം കൊണ്ട് 19,000 രൂപ നഷ്ടമാകും. അടുത്തത് ടോൾ ട്യൂബുലർ. ഇതിന്റെ 150 AH ബാറ്ററിക്ക് 10,000 മുതൽ 14,000 രൂപ വരെ ചിലവ് വരും. ഡീപ്പ് ഡിസ്ചാർജ് സൈക്കിളുകൾ വളരെ എഫിഷ്യന്റായി കൈകാര്യം ചെയ്യാൻ ഇതിന് സാധിക്കും. 5 മുതൽ 8 വർഷം വരെയാണ് ഇതിന്റെ ആയുസ്. 8 വർഷത്തിനിടയിൽ ഒരു തവണ മാത്രം മാറ്റിയാൽ മതി. അടുത്തത് ലിഥിയം.
25,000 മുതൽ 40,000 രൂപ വരെയാണ് ഇതിന്റെ വില വരുന്നത്. 8 മുതൽ 10 വർഷം വരെ ലൈഫ് കിട്ടും. 3,000 മുതൽ 5,000 സൈക്കിളുകൾ വരെ ഇതിന് കപ്പാസിറ്റി ഉണ്ട്. ഇതിന് യാതൊരുവിധ മെയിൻ്റനൻസും ആവശ്യവുമില്ല. ഒരു ചെറിയ ടിപ്പ് കൂടി, ബാറ്ററി വാങ്ങുമ്പോൾ അതിന്റെ മാനുഫാക്ചറിംഗ് ഡേറ്റ് കൂടി തീർച്ചയായും ശ്രദ്ധിക്കുക. 6 മാസത്തിൽ കൂടുതൽ പഴക്കമുള്ള ബാറ്ററികൾ ഗോഡൌണിൽ കിടന്ന് ചാർജ് കുറയാൻ സാധ്യതയുണ്ട്. എപ്പോഴും പുതിയ സ്റ്റോക്ക് വാങ്ങാൻ ശ്രദ്ധിക്കുക. ബേക്കപ്പ് സമയം കണ്ടെത്താനുള്ള ഫോർമുല ഇതാണ്: ബാറ്ററി H × 12 ലോഡ് വാട്ട്സ് = ബേക്കപ്പ് അവേഴ്സ്. ഉദാഹരണത്തിന് 150 ബാറ്ററിയും 380 വാട്ട് ലോഡുമാണെങ്കിൽ നിങ്ങൾക്ക് 4.7 മണിക്കൂർ ബേക്കപ്പ് കിട്ടും. ഫ്രിഡ്ജ് ഉൾപ്പെടെ 630 വാട്ട് ലോഡ് ഉണ്ടെങ്കിൽ 2.8 മണിക്കൂർ ബേക്കപ്പും ലഭിക്കും. ഇനി പ്രോഡക്റ്റിലേക്ക് വരാം. 2026 നിങ്ങൾക്ക് ഏറ്റവും മികച്ച വാല്യൂ ഫോർ മണി നൽകുന്ന ഓപ്ഷനുകൾ ഏതൊക്കെയാണെന്ന് കാറ്റഗറി തിരിച്ച് പറഞ്ഞു തരാം. കാറ്റഗറി 1 ബേസിക് ലോഡ്. ഫാൻ, ലൈറ്റ്, TV, റൂട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുന്നവർക്ക് 900 VA പ്യുവർ സൈൻ വേവ് ഇൻവെർട്ടർ മതിയാകും. ഒന്നാമത്തെ ഓപ്ഷൻ ലൂമിനസിന്റെ സീലിയോ 900 VA മോഡലാണ്. ഇതിൽ നിന്നും 576 വാട്ട് യഥാർത്ഥ ഔട്ട്പുട്ട് കിട്ടും. പ്യുവർ സൈൻ വേവ് ആണ്. ഇതിൽ DSP പ്രോസസ്സർ ഉണ്ട്. കറണ്ട് പോകുമ്പോൾ ബാറ്ററിയിലേക്ക് മാറാനും കറണ്ട് തിരികെ വരുമ്പോൾ പഴയപടിയാകാനും ഈ DSP സഹായിക്കും. ഇതുവഴി വീട്ടുപകരണങ്ങളുടെ ലൈഫ് സംരക്ഷിക്കപ്പെടും. ഇതിൽ ബൈപ്പാസ് സ്വിച്ച്, ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ, ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ എന്നിവയുമുണ്ട്. ഈ മോഡലിന് 3 വർഷത്തെ വാറന്റി ഉണ്ട്. ഇൻവെർട്ടറിന് മാത്രം 7,599 രൂപയോളം വില വരും. 180 ബാറ്ററിയും ചേർത്ത് കോംബോയ്ക്ക് ഏകദേശം 21,700 രൂപയാകും. ഇതിലൊരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ ഇതിലെ ട്രാൻസ്ഫോമർ കോപ്പർ ആണോ അലുമിനിയം ആണോ എന്ന് കമ്പനി വ്യക്തമായി പറയുന്നില്ല. രണ്ടാമത്തെ ഓപ്ഷൻ എക്സൈഡിന്റെ GQP എന്ന മോഡലാണ്. ഇതിലും 576 വാട്ട് ഔട്ട്പുട്ട് തന്നെ കിട്ടും. പ്യുവർ സൈൻ വേവ് ആണ്. DSP എല്ലാം ഉണ്ട്. ഇത് 100% കോപ്പർ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചാണ് വരുന്നത്. കോപ്പർ ട്രാൻസ്ഫോമർ ആകുമ്പോൾ ചൂട് വേഗം കുറയുകയും കൂടുതൽ ലൈഫ് കിട്ടുകയും ചെയ്യും. 3 വർഷത്തെ വാറന്റിയും രജിസ്റ്റർ ചെയ്താൽ 6 മാസത്തെ അധിക വാറന്റിയും കിട്ടും. ഇൻവെർട്ടറിന് 7,000 രൂപയാണ് വില വരുന്നത്. 150 ബാറ്ററിയും ചേർത്തുള്ള കോംബോയ്ക്ക് 19,000 രൂപയാകും. 576 വാട്ട് ലോഡുള്ളവർക്ക് ഈ രണ്ടിൽ ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. നിങ്ങൾക്ക് പൈസ ലാഭിക്കുന്നതിനാണ് മുൻഗണനയെങ്കിൽ തീർച്ചയായും എക്സൈഡ് വാങ്ങുക. അതല്ല, ലൂമിനസ് എന്ന ബ്രാൻഡിനോട് താല്പര്യമുണ്ടെങ്കിൽ അത് വാങ്ങാം. കാറ്റഗറി 2 മീഡിയം ലോഡ്. പവർ കട്ടിൽ ഫ്രിഡ്ജ് കൂടി വർക്ക് ചെയ്യേണ്ടവർ, അതായത് 640 മുതൽ 800 വാട്ട് വരെ യഥാർത്ഥ ലോഡ് ഉള്ളവർക്കാണ് ഈ ഒരു കാറ്റഗറി. ഇതിൽ ആദ്യത്തെ ഓപ്ഷൻ V-Guard പ്രൈം എന്ന മോഡലാണ്. ഇതിൽ നിന്നും 640 വാട്ട് ഔട്ട്പുട്ട് കിട്ടും. പ്യുവർ സൈൻ വേവ് ആണ്. DSPയും ഉണ്ട്. 80 മുതൽ 230 വരെയുള്ള ബാറ്ററികൾ ഇതിൽ ഉപയോഗിക്കാം. 3 വർഷത്തെ വാറന്റി ഉണ്ട്. വില 6,800 രൂപയാണ്. 150 ബാറ്ററി ഉൾപ്പെടെ കോംബോയ്ക്ക് 14,000 രൂപയിൽ താഴെയാണ് വില വരുന്നത്. V-Guardന്റെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത ഇതിലെ MCB ആണ്. സാധാരണ ഇൻവെർട്ടറുകളിൽ ഫ്യൂസ് ആണ് വരുന്നത്. എന്നാൽ ഇതിൽ പിന്നിലായി ഒരു NCB സ്വിച്ച് വരുന്നുണ്ട്. ഇതൊരു ചെറിയ കാര്യമാണെങ്കിൽ പോലും വളരെ വലിയൊരു തലവേദനയാണ് ഒഴിവാക്കി തരുന്നത്. ഇൻവെർട്ടറിൽ ഷോർട്ട് സർക്യൂട്ട് ഉള്ളതിനാൽ ഫ്യൂസ് അടിച്ചു പോകും. പിന്നെ ടെക്നീഷ്യൻ വരുന്നതുവരെ വെയിറ്റ് ചെയ്യണം. ദിവസം മുഴുവൻ ഇരുട്ടിലായിരിക്കും. എന്നാൽ NCB ഉള്ളത് കൊണ്ട് ആ ഒരു പ്രശ്നം വരുന്നില്ല. ട്രിപ്പായാലും സ്വിച്ച് ഒന്നുകൂടി ഓൺ ചെയ്താൽ മതിയാകും. 30 സെക്കൻഡിനുള്ളിൽ എല്ലാം പഴയപടിയാകും. അടുത്തായിട്ട് മൈക്രോടെക്കിന്റെ ഒരു മോഡലാണ്. ലെഡ് ആസിഡ് കാറ്റഗറിയിൽ നമ്മൾ കൊടുക്കുന്ന ക്യാഷിന് ഏറ്റവും കൂടുതൽ വാട്ട്സ് നൽകുന്ന ഓപ്ഷനാണിത്. 800 വാട്ട് ഔട്ട്പുട്ട് ഇതിൽ നിന്നും ലഭിക്കും. പ്യുവർ സൈൻ വേവ് ആണ്. DSP ഉണ്ട്. 3 വർഷത്തെ വാറന്റിയുമുണ്ട്. ഇൻവെർട്ടറിന് 6,979 രൂപയാണ് വില വരുന്നത്. 150 ടോൾ ട്യൂബുലർ ബാറ്ററി അടക്കം കോംബോയ്ക്ക് 20,400 രൂപ മുതൽ 20,500 രൂപ വരെ വില വരും. ഇതൊന്ന് താരതമ്യം ചെയ്ത് നോക്കുക. V-Guardൽ 640 വാട്ടാണ് കിട്ടുന്നത്. എന്നാൽ മൈക്രോടെക്കിൽ 800 വാട്ട് കിട്ടും. അതായത് മൈക്രോടെക്കിൽ 160 വാട്ട് അധികം കിട്ടും. നിങ്ങളുടെ വീട്ടിലെ ലോഡ് 640 വാട്ടിലും കൂടുതലാണെങ്കിൽ തീർച്ചയായും മൈക്രോടെക് തന്നെ വാങ്ങുക. കാറ്റഗറി 3 ലിഥിയം ഇൻവെർട്ടർ കോമ്പിനേഷനുകൾ. ഇത് നോക്കുന്നതിന് മുമ്പ് ആദ്യം ഒരു കാര്യം തീരുമാനിക്കണം. ലെഡ് ആസിഡ് ആണോ ലിഥിയം ആണോ നിങ്ങൾക്ക് അനുയോജ്യമെന്ന്. ആദ്യമായി ലെഡ് ആസിഡ് ട്യൂബുലർ നോക്കാം. എല്ലാവരും ഉപയോഗിക്കുന്നതും വിശ്വസനീയമായ ഒരു ടെക്നോളജിയാണിത്. എവിടെയും സർവീസ് കിട്ടും. വിലയും കുറവാണ്. പക്ഷേ ഇവ ഗ്യാസ് പുറന്തള്ളുന്നത് കൊണ്ട് വായുസഞ്ചാരമുള്ള സ്ഥലത്ത് മാത്രമേ വെക്കാൻ പറ്റൂ. ഇടയ്ക്കിടെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയും വേണം. 5 മുതൽ 8 വർഷം വരെയാണ് ഇതിന്റെ ലൈഫ്. അടുത്തത് ലിഥിയമാണ്. വളരെ കോമ്പാക്റ്റ് ആണിത്. യാതൊരു മെയിൻ്റനൻസും ആവശ്യമില്ല. ഗ്യാസ് പുറന്തള്ളാത്തത് കൊണ്ട് വീടിനുള്ളിലും ഫ്ളാറ്റുകളിലും വെക്കാൻ വളരെ സുരക്ഷിതമാണ്. പെട്ടെന്ന് ചാർജ് കയറുകയും ചെയ്യും. 8 മുതൽ 10 വർഷം വരെ ഇതിന് ലൈഫും കിട്ടും. പക്ഷെ തുടക്കത്തിൽ കൊടുക്കേണ്ട വില വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഇതിന്റെ സർവീസ് നെറ്റ്വർക്ക് വളർന്നു വരുന്നതേയുള്ളൂ. ഇനി അടുത്ത ഓപ്ഷൻ മൈക്രോടെക്കിന്റെ മറ്റൊരു മോഡലാണ്. ഇതിൽ നിന്നും ഏകദേശം 610 വാട്ട് ഔട്ട്പുട്ട് കിട്ടും. കോംബോയ്ക്ക് 20,000 രൂപയാണ് വില വരുന്നത്. 5 വർഷത്തെ ഓൺസൈറ്റ് വാറന്റിയുമുണ്ട്. ബാറ്ററിയുടെ ലൈഫ് 8 മുതൽ 10 വർഷം വരെയാണ് കമ്പനി അവകാശപ്പെടുന്നത്. AC DC എന്നിവയ്ക്ക് MCB ഉണ്ട്. ബൈപ്പാസ് സ്വിച്ച്, ഇൻബിൽറ്റ് കൂളിംഗ് ഫാൻ എന്നിവയും ഇതിൽ വരുന്നുണ്ട്. വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയതുകൊണ്ട് ഫ്ളാറ്റുകളിലേക്ക് ഒതുക്കത്തിൽ വെക്കാൻ പറ്റും. മൈക്രോടെക് രാജ്യത്തിലെ ഒട്ടാകെ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ സർവീസും വളരെ എളുപ്പത്തിൽ കിട്ടും. അടുത്ത ഓപ്ഷൻ ജീനീസിന്റെ
മാക്സിലിയൻ എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഇതിൽ നിന്നും 640 വാട്ട് ഔട്ട്പുട്ട് കിട്ടും. കോംബോയ്ക്ക് 34,000 രൂപയാണ് വില വരുന്നത്. ഇതിലും 5 വർഷത്തെ വാറന്റിയും മുമ്പ് പറഞ്ഞ എല്ലാ ഫീച്ചറുകളുമുണ്ട്. വളരെ പ്രീമിയമായ ഒരു ഡിസൈൻ ആണ് ഇതിനുമുള്ളത്. ഇൻവെർട്ടറും ബാറ്ററിയും എല്ലാം ഒരൊറ്റ യൂണിറ്റ് ആയിട്ടാണ് ഇതിൽ വരുന്നത്. ഇനി ഇതൊന്ന് താരതമ്യം ചെയ്ത് നോക്കാം. ജീനീസിൽ നിങ്ങൾക്ക് അധികമായി കിട്ടുന്നത് 30 വാട്ട് ഔട്ട്പുട്ടും നല്ലൊരു പ്രീമിയം ഡിസൈനും മാത്രമാണ്. ഇതിനായി നിങ്ങൾ അധികം കൊടുക്കേണ്ടത് 11,000 രൂപയാണ്. 20,000 രൂപയുടെ മൈക്രോടെക് തരുന്ന 610 വാട്ട് നിങ്ങൾക്ക് മതിയാകുമെങ്കിൽ 31,000 രൂപ കൊടുത്ത് ജീനീസ് വാങ്ങേണ്ട ആവശ്യം വരുന്നില്ല. നല്ല സർവീസ് നെറ്റ്വർക്കും 11,000 രൂപയുടെ ലാഭവുമുള്ള മൈക്രോടെക് തന്നെയാണ് ബുദ്ധിപരമായിട്ടുള്ള ചോയ്സ്. ജീനീസ് എപ്പോഴാണ് പരിഗണിക്കേണ്ടത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പണത്തിന് ബുദ്ധിമുട്ടില്ല, വീടിന്റെ ഇന്റീരിയറിന് ചേരുന്ന പ്രീമിയം ഡിസൈൻ തന്നെ വേണം, അതുപോലെ ആ 30 വാട്ട് എക്സ്ട്രാ ഔട്ട്പുട്ട് നിർബന്ധമായി വേണം എന്നീ സാഹചര്യങ്ങളിൽ മാത്രം ഇത് വാങ്ങുക. അല്ലാത്ത പക്ഷം മൈക്രോടെക് മതിയാകും. ഞാനിവിടെ കമ്മീഷന് വേണ്ടി പറയുന്നതല്ല. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ വാറന്റി, സർവീസ് നെറ്റ്വർക്കുകൾ, വാല്യൂ ഫോർ മണി എന്നിവയെല്ലാം വിശദമായി പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം നൽകിയിട്ടുള്ളതാണ്. നിങ്ങൾ ആ ലിങ്ക് ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും എടുക്കുന്ന തീരുമാനം ശരിയായിരിക്കണം. അതുമാത്രമാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. നിങ്ങളുടെ വീട്ടിലെ മൊത്തം ലോഡ്, വേണ്ട ബാക്കപ്പ് സമയം, നിങ്ങളുടെ ബഡ്ജറ്റ് എന്നിവ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് അനുയോജ്യമായ ഓപ്ഷൻ ഏതാണ് എന്ന് ഞാൻ റിപ്ലൈ ആയി കണക്കുകൂട്ടി പറഞ്ഞു തരാം. ഇൻവെർട്ടർ വാങ്ങാൻ ആലോചിക്കുന്ന ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.